വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ്. അതിൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് വേർഡ് കാർഡാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ഒരു 4 എക്സാമ്പിൾ അല്ലെങ്കിൽ 4 വേർഡ് കാർഡ് നമ്മളിവിടെ ഇന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. പ്രിപ്പറേഷൻ ഓഫ് വേർഡ് കാർഡ്. അപ്പോൾ ഒരു വേർഡ് കാർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം സെലക്ട് എ വേർഡ്. ഒരു വേർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ആ വേർഡ് ഏത് കാറ്റഗറിയിൽ വരുന്നു, നൗൺ ആണോ, പ്രോനൗൺ ആണോ, വെർബാണോ, അഡ്വർബാണോ, അഡ്ജക്റ്റീവ് ആണോ, ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏത് ഐറ്റത്തിൽ വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ അതിൻ്റെ സിനോണിം എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ പര്യായ പദങ്ങൾ എഴുതുക, അറിയാവുന്ന. അടുത്തത് അന്റോണിം. ഇനി സിനോണിം ഉപയോഗിച്ചും അന്റോണിം ഉപയോഗിച്ചും സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. കൂടാതെ ആ എടുക്കുന്ന വേർഡിൻ്റെ പ്രിഫിക്സും സഫിക്സും അറിയുക, എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേർഡ് കാർഡിൽ നിന്ന്. അപ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം എ വേർഡ് കാർഡ് സെലക്റ്റഡ് വേർഡ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് കാറ്റഗറി പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏത് ഐറ്റത്തിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത് അതിൻ്റെ സിനോണിംസ് മനസ്സിലാക്കാം, അന്റോണിംസ് മനസ്സിലാക്കാം. പിന്നീട് പ്രിഫിക്സ് ചേർത്തിട്ട് പുതിയൊരു വാക്കുണ്ടാക്കാം, അതുപോലെ സഫിക്സ് ചേർത്ത് പുതിയൊരു വാക്ക് ഉണ്ടാക്കാം. ഇത്തരം കാര്യങ്ങൾ വേർഡ് കാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കും. നോക്കാം. ലുക്ക് അറ്റ് ദി ബ്ലാക്ക് ബോർഡ്. ലെറ്റ് us സ്റ്റഡി വൺ ബൈ വൺ. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു വേർഡ് എടുത്തിരിക്കുന്നു. ഡയറക്റ്റ് എന്ന് പറയുന്ന വേർഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് അതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു? നമുക്കറിയാം, ഒരു വേർഡിന് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അത് വഹിക്കുന്നുണ്ട്. ഇവിടെ ഡയറക്റ്റ് എന്ന് പറയുന്ന വേർഡ് അഡ്ജക്റ്റീവായിട്ട് വരുന്നു, വെർബായിട്ട് വരുന്നു, ആഡ്വെർബായിട്ട് വരുന്നു. അപ്പോൾ അതൊരു ആഡ്വെർബാവാം, ഒരു വെർബാവാം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആവാം. അപ്പോൾ സെലക്ട് ചെയ്ത വേർഡ് ഡയറക്റ്റ്, അതേത് കാറ്റഗറിയിൽ വരൊക്കെ വരാം. അഡ്ജക്റ്റീവ് ആവാം, വെർബായിട്ട് വരാം, അഡ്വെർബായിട്ടും വരാം. ഇനി അതിൻ്റെ സിനോണിംസ് ആണ്. ഡയറക്റ്റിൻ്റെ സിനോണിംസ് ആണ് സ്ട്രേറ്റ് ഫോർവേഡ്, ഇമ്മീഡിയറ്റ്, ഫോർത്ത് റൈറ്റ്. ഇത്രയുമാണ് അതിൻ്റെ പര്യായ പദങ്ങൾ. സ്ട്രേറ്റ് നേരായ മാർഗം. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരായ. ഇവിടെ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉദാഹരണത്തിൽ നിന്ന് അത് മനസ്സിലാവും. ഇപ്പോൾ സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ, സ്ട്രേറ്റ് ഫോർവേഡ്, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇമ്മീഡിയറ്റ്, ഫോർത്ത് റൈറ്റ്. ഇത്രയുമാണ് അതിൻ്റെ സിനോണിംസ്. ഇനി അതിൻ്റെ അന്റോണിംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വിപരീത പദങ്ങൾ ഏതൊക്കെയാണ്? ഡയറക്റ്റിൻ്റെ വിപരീത പദം ഇൻഡയറക്റ്റ്, അല്ലെങ്കിൽ ഡെവിയസ്. ഈ 2 പദങ്ങൾ. ഇനി പ്രിഫിക്സ് ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിൽ അഫിക്സ് എന്നൊരു ടേം ഉണ്ട്. അഫിക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓർ ലെറ്റേഴ്സ് യൂസ്ഡ് ഇൻ ദി ബിഗിനിങ് ഓഫ് എ റൂട്ട് വേർഡ്, ദാറ്റ് ഈസ് കാൾഡ് പ്രിഫിക്സ്. ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി റൂട്ട് വേർഡ്, ദാറ്റ് ഈസ് കാൾഡ് സഫിക്സ്. അതായത് ഒരു പുതിയ പദം രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു റൂട്ട് വേർഡിന് മുന്നിൽ ലെറ്റേഴ്സോ ഉപയോഗിച്ച് പുതിയ വാക്കുണ്ടാക്കുന്നു. ഇതിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. ഇനി ഒരു വേർഡിൻ്റെ റൂട്ട് വേർഡിൻ്റെ എൻഡിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സഫിക്സ് എന്ന് പറയും. സിർക്കംഫിക്സ്, ഇൻഫിക്സ്, അഫിക്സ്, സഫിക്സ്. അപ്പോൾ അഫിക്സിനെ നമ്മൾ പ്രിഫിക്സ് എന്നും സഫിക്സ് എന്നും ഇൻഫിക്സ് എന്നും സിർക്കംഫിക്സ് എന്നും 4ആയി തരംതിരിച്ച് പഠിക്കുന്നുണ്ട്. ഇതിലിവിടെ നമ്മുടെ കോണ്ടസ്റ്റിൽ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക: പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓർ ലെറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി വേർഡ് ഓർ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി റൂട്ട് വേർഡ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓർ ലെറ്റേഴ്സ് യൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റൂട്ട് വേർഡ്, ദാറ്റ് ഈസ് കാൾഡ് സഫിക്സ്. ഇവിടെ നമുക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പ്രിഫിക്സ് ഡയറക്റ്റ് എന്ന വാക്കാണ് എടുത്തത്. അതിൻ്റെ പ്രിഫിക്സ് ചേർത്ത് ഓപ്പോസിറ്റ് ഉണ്ടാക്കി ഇൻഡയറക്റ്റ്. അതുപോലെ സഫിക്സ്, അതിൻ്റെ സഫിക്സ് ആണ് ഡയറക്റ്റ്ലി. ly ഇവിടെ ഉപയോഗിച്ചു, ly അതാണ് സഫിക്സ്. ഇവിടെ in എന്ന് ഉപയോഗിച്ചു, അതാണ് പ്രിഫിക്സ്. ഇനി ആ സെന്റൻസിൽ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. അഡ്ജക്റ്റീവായിട്ട് വരുന്നത്
ഹി ടുക്ക് എ ഡയറക്റ്റ് റൂട്ട്. അദ്ദേഹം എപ്പോഴും നേരായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഹി ടുക്ക് എ ഡയറക്റ്റ് റൂട്ട്. അവിടെ ഡയറക്റ്റ് ആരാണ്? അദ്ദേഹം. അപ്പോൾ അഡ്ജക്റ്റീവ് ആണ്. ഹി എന്ന പ്രോനൗണിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഡയറക്റ്റ് എന്ന വാക്ക്. അപ്പോൾ അത് അഡ്ജക്റ്റീവ് ആണ് ആ സെന്റൻസിൽ. ഇനി ഷീ വിൽ ഡയറക്റ്റ് ദി പ്ലേ. പ്ലേ അവൾ ഡയറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ദിസ് ഇയർ, ഈ വർഷം അവളായിരിക്കും അവൾ ആ നാടകം അല്ലെങ്കിൽ പ്ലേ ഡയറക്റ്റ് ചെയ്യും. അപ്പൊ ഡയറക്റ്റ് ചെയ്യുക അത് വെർബായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. വിൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ വെർബ്. ദെൻ നെക്സ്റ്റ് ആഡ്വർബ്. ദി ഫ്ലൈറ്റ് ഗോസ് ഡയറക്റ്റ് ഫ്രം ട്രിവാൻഡ്രം. ആ ഫ്ലൈറ്റ് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് ആയിരിക്കും. ആ പോവുക എന്നുള്ള പ്രവൃത്തി വെർബിനെ വിശേഷിപ്പിക്കുന്നതാണല്ലോ ക്രിയാവിശേഷണം അല്ലെങ്കിൽ ആഡ്വർബ് എന്ന് പറയുന്നത്. ആഡ്വർബ് ഇസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ വെർബ് ഓർ അനദർ ആഡ്വർബ് ഓർ ആൻ അഡ്ജക്റ്റീവ്. ക്രിയയെയോ ക്രിയാവിശേഷണത്തെയോ അതുപോലെ തന്നെ നാമവിശേഷണത്തെയോ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവായിട്ട് വരുന്നു, വെർബായിട്ട് വരുന്നു, ആഡ്വർബായിട്ട് വരുന്നു. ഇത് ഈ ഉദാഹരണം തന്നെ എടുക്കാൻ കാരണം ഒരു വേർഡിന് തന്നെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഉദാഹരണം തന്നെ ഇവിടെ ആദ്യത്തെ വാക്ക് ഡയറക്റ്റ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ വേർഡ് കാർഡ് ഡയറക്റ്റ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വേർഡ് കാർഡ് ഉണ്ടാക്കി ഫോം ചെയ്തു. ഒരിക്കൽ കൂടി പറഞ്ഞാൽ സെലക്ട് ചെയ്ത വേർഡ് ഡയറക്റ്റ്. അത് ഏത് കാറ്റഗറിയിൽ വരുന്നു? അഡ്ജക്റ്റീവ് ആവാം, വെർബ് ആവാം, ആഡ്വർബ് ആകാം, നാമവിശേഷണമാകാം, ക്രിയയാകാം, ക്രിയാവിശേഷണമാകാം. ഇനി അതിന്റെ സിനോണിംസ് പര്യായങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ്. ഞാനിത് സ്ട്രൈറ്റ് എന്നും ഫോർവേഡ് എന്നും എഴുതിയിരിക്കുന്നെങ്കിലും സ്ട്രൈറ്റ് ഫോർവേഡ് അങ്ങനെ രണ്ട് വാക്കാണ്. ഇമ്മീഡിയറ്റ്, ഫോർത്ത് റൈറ്റ്. ഇനി അതിന്റെ അന്റോണിംസ് ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ്, ഡെവിയസ്. ഇനി പ്രഫിക്സ് IM ചേർത്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടാക്കി ഇൻഡയറക്റ്റ്. സഫിക്സ് എന്ന് പറയുമ്പോൾ LY ചേർത്തിട്ട് ഡയറക്റ്റ്ലി എന്ന് ആക്കി. ഇനി ഇതിന്റെ 3 ഫംഗ്ഷനും കാണിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഹി ടുക്ക് എ ഡയറക്റ്റ് റൂട്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എന്തായി? അഡ്ജക്റ്റീവ് ആണ്. ഷീ വിൽ ഡയറക്റ്റ് ദി പ്ലേ, ഇവിടെ വെർബാണ്. ദി ഫ്ലൈറ്റ് ഗോസ് ഡയറക്റ്റ് ഫ്രം ട്രിവാൻഡ്രം, ഇവിടെ ഡയറക്റ്റ് എന്ന് പറയുന്നത് ഒരു ആഡ്വർബായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവിടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോ സെന്റൻസുടെ സിനോണിമും അന്റോണിമും ചേർത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സെന്റൻസ് നോക്കാം. ഇവിടെ അന്റോണിം ആദ്യം നമുക്ക് സിനോണിം നോക്കാം. സ്ട്രൈറ്റ്. അപ്പോൾ ഹി ടുക്ക് എ ഡയറക്റ്റ് റൂട്ട്. അതിന് പകരം നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കാം? സ്ട്രൈറ്റ് റൂട്ട് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെന്റൻസ് അങ്ങനെ മാറ്റാം. ഹി ടുക്ക് എ ഡയറക്റ്റ് എന്നുള്ളത് ആൻ ഇൻഡയറക്റ്റ്. ഡയറക്റ്റിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇൻഡയറക്റ്റ് റൂട്ട് അല്ലെങ്കിൽ ഡെവിയസ് റൂട്ട് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് നമ്മൾ ആ വാക്കിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതേത് കാറ്റഗറിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കി, അതിന്റെ സിനോണിംസ് മനസ്സിലാക്കി, അതുപോലെ തന്നെ അതിന്റെ അന്റോണിം മനസ്സിലാക്കി, പ്രിഫിക്സ് ചേർത്ത് പുതിയ വാക്കുണ്ടാക്കി, സഫിക്സ് ചേർത്ത് പുതിയ വാക്കുണ്ടാക്കി. ഓരോ സെൻറ്റൻസ് നമ്മൾ അതിന് പകരം അതിൻ്റെ സെൻറ്റൻസുകൾ എഴുതി അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ദെൻ കം ടു ദി സെക്കൻഡ് വൺ. രണ്ടാമത്തെ ഞാൻ എടുത്തിരിക്കുന്നത് സർട്ടൻ ആണ്. സർട്ടൻ എന്ന് പറയുന്ന വേർഡാണ്. ഇവിടെ വേർഡ് സർട്ടൻ. ഇനി കാറ്റഗറി അഡ്ജക്റ്റീവ് ആണ്, നാമവിശേഷണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ സർട്ടൻ്റെ സിനോണിംസ് ആണ് എഴുതിയിരിക്കുന്നത്. ഷുവർ, കോൺഫിഡൻറ്റ്, പോസിറ്റീവ്, ഡെഫിനിറ്റ്. അപ്പോൾ സർട്ടൻ എന്ന വാക്കിന് തുല്യമായ അർത്ഥം വരുന്ന പദങ്ങളാണ് ആണല്ലോ പര്യായങ്ങൾ. ഷുവർ, കോൺഫിഡൻറ്റ്, പോസിറ്റീവ്, ഡെഫിനിറ്റ്, ഇത്രയും വാക്കുകളാണ് അതിന് സർട്ടന് വേണ്ടി അല്ലെങ്കിൽ പകരം ഉപയോഗിക്കാവുന്ന വാക്കുകൾ. പര്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? സിനോണിംസ് ആർ വേർഡ്സ് ഓർ phrases used as or getting the same meaning or meaning equal to that word or phrase. അതായത് ഒരു വാക്ക് തന്നാൽ ആ വാക്കിന് സമമായ അർത്ഥം വരുന്ന അല്ലെങ്കിൽ അതിനോട് സാമീപ്യമുള്ള അർത്ഥം വരുന്ന ഒരേ ഭാഷയിലെ വാക്കിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഫ്രേസിനെയാണ് സിനോണിംസ് എന്ന് പറയുക. ഇവിടെ സർട്ടൻ, ഷുവർ, കോൺഫിഡൻറ്റ്, പോസിറ്റീവ്, ഡെഫിനിറ്റ്. ഇനി അതിൻ്റെ അന്റോണിമാണ് അൺസർട്ടൻ, ഡൗട്ട്ഫുൾ.
അൺസർട്ടൺ, ഡൗട്ട്ഫുൾ. ഇനി അതിൻ്റെ പ്രിഫിക്സ് ഏതൊക്കെയാണ്? അൺസർട്ടൻ്റെ ഓപ്പോസിറ്റായ അൺസർട്ടൺ UN ഉപയോഗിച്ച് നമ്മൾ പ്രിഫിക്സ് ഇവിടെ ഉപയോഗിച്ചു. ഇവിടെ സർട്ടനിൽ ly ഉപയോഗിച്ചു, അതിൻ്റെ സഫിക്സ് ഉണ്ടാക്കി, സഫിക്സ് ഉപയോഗിച്ചു, പുതിയ വാക്കുണ്ടാക്കി, പ്രിഫിക്സ് ഉപയോഗിച്ച് പുതിയ വാക്കുണ്ടാക്കി. ഓക്കെ. ഇനി അതിനൊരു ഉദാഹരണം എന്താണ്? ആൻഡ് ഉദാഹരണം നമ്മൾ പറയുമ്പോൾ I am certain about my decision. I am certain about my decision. എനിക്ക് എൻ്റെ തീരുമാനത്തിൽ വിശ്വാസമുണ്ട്, കോൺഫിഡൻ്റ് ആണ് ഞാൻ, അതാണ് I am certain about my decision. ഈ certain ഉള്ള വാക്ക് നമുക്ക് മാറ്റിയിട്ട് ഒരു സിനോണിം ഉപയോഗിക്കാം. ഏതാണ്? ഷുവർ. I am sure about my decision, അല്ലെങ്കിൽ I am confident about my decision, അല്ലെങ്കിൽ I am positive about my decision, I am definite about my decision എന്നൊക്കെ പറയാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഏത് ഉപയോഗിക്കാം? അൺസർട്ടൺ ഉപയോഗിക്കാം. അപ്പോൾ ഈ സെൻസ് എങ്ങനെ ആവും? I am uncertain about my decision. ഓക്കെ. അപ്പോൾ സെക്കൻഡ് വേർഡ് സർട്ടൺ ഉപയോഗിച്ചു. മൂന്നാമത്തെ വേർഡ് ക്ലവർ ആണ് ഉപയോഗിക്കുന്നത്. ക്ലവർ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്, അതൊരു നാമവിശേഷണമാണ്. അതിൻ്റെ സിനോണിംസ് ഇന്റലിജന്റ്, സ്മാർട്ട്, വിറ്റി. ഇന്റലിജന്റ്, സ്മാർട്ട്, വിറ്റി, ഇതാണ് ക്ലവർ എന്ന വാക്കിന്റെ സിനോണിംസ്. അതൊരു അഡ്ജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ നാമവിശേഷണമാണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഇത് സിനോണിം ആണെങ്കിൽ ഇത് അന്റോണിമാണ്. സ്റ്റുപ്പിഡ്, ഫൂളിഷ്, അൺഇന്റലിജന്റ് എന്നൊക്കെ പറയാം. അതിന്റെ ഉദാഹരണമാണ് ക്ലവർ. ഹി ഈസ് എ ക്ലവർ ബോയ്. അതിന്റെ പ്രിഫിക്സ് അൺഇന്റലിജന്റ്, സഫിക്സ് ചേർക്കുമ്പോൾ ക്ലവർനെസ് ESS ആഡ് ചെയ്തു. ഉദാഹരണം ഹി ഈസ് എ ക്ലവർ ബോയ്. ഈ ക്ലവർ ബോയ് എന്നുള്ളത് നമ്മൾ ഇന്റലിജന്റ് ബോയ് എന്ന് പറയാം, സ്മാർട്ട് ബോയ് എന്ന് പറയാം, വിറ്റി ബോയ് എന്ന് പറയാം. ഓപ്പോസിറ്റ് ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നെടുത്ത് പറയാം. എന്താണ്? ഹി ഈസ് എ സ്റ്റുപ്പിഡ് ബോയ്, ഹി ഈസ് എ ഫൂളിഷ് ബോയ്, ഹി ഈസ് ആൻ അൺഇന്റലിജന്റ് ബോയ്. ഓക്കെ, ദാറ്റ് ഈസ് ദി തേർഡ് വൺ. ഇനി ലാസ്റ്റ് ഫോർത്ത് വേർഡ് ഞാൻ എടുത്തിരിക്കുന്നത് എൻഡാണ്. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം. അത് നൗണായിട്ടും വരും, വെർബായിട്ടും വരും. ഫിനിഷ്, കൺക്ലൂഷൻ, ഫിനാലെ, ഇത്രയുമാണ് അതിൻ്റെ സിനോണിംസ്. എൻ്റെ അന്റോണിം ബിഗിനിങ്, അല്ലെങ്കിൽ സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഓൺസെറ്റ്. ഇനി ഇതിൻ്റെ പ്രിഫിക്സ് ഓൺ ഫ്രണ്ടിൽ ചേർത്തു, ഓൺ എൻഡ്. അതെങ്ങനെ വരും? ഓൺ എൻഡ് എന്നായി. ഓൺ എൻഡ് എന്ന് പറയാൻ കണ്ടിന്യൂ, ഓൺ എൻഡ്. എൻഡ്ലെസ്, ഈ SS ചേർത്തിട്ട് പുതിയ വാക്കുണ്ടാക്കി, സഫിക്സിങ്. ഇവിടെ സഫിക്സിങ്, ഇവിടെ പ്രിഫിക്സിങ്. ഓൺ എൻഡും എൻഡ്ലെസ്സും. സെന്റൻസ് നമ്മൾ ദേ റീച്ച്ഡ് ദി എൻഡ് ഓഫ് ദി റോഡ്. അവർ റോഡിൻ്റെ അന്ത്യം വരെ എത്തി. അപ്പോൾ എൻഡ് ഓഫ് ദി റോഡ്. ദി ഷോ വിൽ എൻഡ് അറ്റ് 10 PM. എപ്പോഴവസാനിക്കും? ഷോ 10 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൽ നമ്മൾ ഇവിടെ ദേ റീച്ച്ഡ് ദി എൻഡ് ഓഫ് ദി റോഡ്, ദി ഷോ വിൽ എൻഡ് അറ്റ് 10 PM. ഇവിടെ നമ്മൾ ഈ എൻഡ് നൗണായും വെർബായും വരും എന്ന് പറഞ്ഞു. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? നൗണായിട്ട്. രണ്ടാമത്തെ വിൽ എൻഡ് വെർബ്. നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ അന്റോണിം ചേർക്കാൻ നമുക്ക്. ദേ റീച്ച്ഡ് ദി എൻഡ് എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് പറയും? ഫിനിഷ്. എൻഡഡ് ആണെങ്കിൽ ഫിനിഷ്ഡ് എന്ന് പറയും. കൺക്ലൂഷൻ, കൺക്ലൂഡ് എന്ന് പറയും, കൺക്ലൂഡ് എന്ന് പറയും. ഫിനാലെ ഓഫ് ദി. അപ്പോൾ അതേ രീതിയിൽ സിനോണിം ചേർത്തു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ചേർക്കുമ്പോൾ ദി ഷോ വിൽ എൻഡ് എന്നുള്ളതിന് ബിഗിൻ എന്നാവും. ബിഗിനിങ്, എൻഡ്, സ്റ്റാർട്ട്, അല്ലെങ്കിൽ ദി ഷോ വിൽ സ്റ്റാർട്ട് ഓർ ദി ഷോ വിൽ ഓൺസെറ്റ്. ഈ രീതിയിൽ നമുക്ക് അപ്പോൾ ഒരു വേർഡ് കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഒന്ന്, ആ വേർഡ് ഏത് കാറ്റഗറിയിൽ വരുന്നു. രണ്ട്, അതിൻ്റെ അന്റോണിംസ്, സിനോണിംസ്. മൂന്ന്, അന്റോണിംസ്. പിന്നീട് പ്രിഫിക്സ് ചേർത്ത് പുതിയ വാക്ക്, സഫിക്സ് ചേർത്ത് പുതിയ വാക്ക്, സെൻറ്റൻസ്, അന്റോണിംസും സിനോണിംസും ആ സെൻറ്റൻസ് തന്നെ നമ്മൾ എടുത്തുപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ തന്നിട്ടുള്ളത്. അത് നമ്മൾ ഇപ്പോൾ 4 വേർഡ് കാർഡുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. I hope that you understood today's class. Please subscribe, share and support me. Okay. Thank you.